ഇതാ ഇപ്പൊ നിന്റെ വില. മനസ്സിലായില്ല അല്ലേ? പറഞ്ഞു തരാം. ഇതെന്റെ മച്ചാന്റെ, അതായത് തേവരുടെ അലമാറയിൽ നിന്നെടുത്ത പണവും ആഭരണങ്ങളും. കള്ളനായ നീ ഇത് മോഷ്ടിച്ച് ഊറുവിട്ട് ഓടിപ്പോയി. അതുമട്ടുമല്ലേ, കട്ട മുതൽ പങ്കുവെക്കുന്ന ചണ്ടക്കിടയിൽ നിന്റെ കൂട്ടുകാരനെ നീ കൊന്നു. നീ കോപ്പട വേണ്ട. നിന്റെ കൂട്ടുകാരന് വേണ്ടി നീ നല്ല പ്രാർത്ഥിക്കും. അവനിപ്പോ സത്ത് കാണും. എന്നെപ്പറ്റി എന്നടാ നനച്ചിരിക്കാവൻ? ഈ കാളിയപ്പം മോഹിച്ച പെണ്ണിനെ അവളോ സുലഭമാ സ്വന്തമാക്കാന്നോ? പണ്ട് പണിക്കരുടെ മോൻ അതൊക്കെ ശ്രമിച്ചു. എന്നിട്ട് പിന്നെ എന്നാച്ച്? ഈ മണ്ണിനടിയിൽ വെറും അസ്ഥിയായി പൊടിഞ്ഞു കിടപ്പുണ്ടവൻ. ഇനി നിനക്കും നിന്റെ കൂട്ടുകാരന്റെ അടുത്തേക്ക് പോകാം. വെട്ടി മുറുങ്ങണവനെ. അടിച്ച് കൊല്ലുന്നവനെ. മണ്ണ് പോടാ ശീഘ്രം. സത്യ അവരെ നോക്ക്. ശവം കുടിക്കണ്ട. ചാടി അടിക്കണ. നിന്നെ
തേവാരുടെ പൊന്നാര മച്ചാൻ ഇവിടെ നിർത്തുകൊണ്ട് പോയ പണവും ആഭരണങ്ങളുമാ. രഹസ്യമായിട്ട് പണി മുഴുവൻ ചെയ്തിട്ട് അത് മറ്റുള്ളവരെ തലേ കെട്ടിവെക്കണ ഏർപ്പാട് ഇവന് പണ്ടേ ഉള്ളതാ. പണ്ട് പണിക്കരുടെ മോനെ ഇവിടുന്ന് പണം അടിച്ചിട്ട് മുങ്ങിയൊന്നും അല്ല, കൊന്നു കുഴിച്ചു മുടിയതായി പന്നി. മച്ചാ, ഞാൻ മன்னிச்சிடுங்க മച്ചാ. ശിവേട്ടാ, ശിവേട്ടാ, നിങ്ങളുടെ അപ്പൻ 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 എന്ത് വെക്കണം? ചാകാൻ വേണ്ടി കൊടുമലയുടെ മുകളിലോട്ട് കയറി പോണ്ട്. ഞാനല്ലേലും അവന്മാരുടെ സ്വന്തം തന്തയല്ല, ഞാൻ അവന്മാരെ വളർത്തിയിട്ടുമില്ല. എന്നാലും ഞാൻ അവന്മാരെ മക്കളായിട്ടല്ലേ കണ്ടത്. അപ്പൊ അവന്മാരെന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആക്കാവാ. ഓ, ഈ മല കണ്ടുപിടിച്ച പിശാചേതാണ്. അവനൊക്കെ പെണ്ണും കെട്ടിച്ച് ഒരു നിലയാകട്ടെന്ന് കരുതിയപ്പോ പെണ്ണും വേണ്ട അപ്പനെയും വേണ്ട. അപ്പാ, എന്റെ പൊന്നപ്പ നിക്ക്. ഈ പണ്ടാരം മലയ്ക്ക് അറ്റവും ഇല്ലേ കർത്താവേ? നിക്കപ്പ. അപ്പന് ഞങ്ങളപ്പ അപ്പ അപ്പനാ? ആരടി അപ്പൻ? ഞാൻ നിന്റെ ഒന്നും അപ്പനല്ലടാ. തൊമ്മന് മക്കളില്ല. തൊമ്മന്റെ ഭാര്യയും മക്കളും ഒക്കെ പണ്ടേ ചത്തുപോയി. തൊമ്മൻ അവരടുത്തേക്ക് പോവാൻ പോവാ. ഞാൻ അറിയാണ്ട് വെള്ളപ്പുറത്ത് പറഞ്ഞു വേണപ്പ മാപ്പാക്കപ്പ. അപ്പ അത് അപ്പന്റെ ബ്രാൻഡ് വന്ന് കുടിച്ചിട്ട് പോപ്പാ. അത് നിന്റെയൊക്കെ അണ്ണാക്കിൽ ഒഴിച്ചിട്ട് തീ കൊടുത്തണ പട്ടികളെ. തൊമ്മൻ കുടി നിർത്തി ചാകാൻ പോവാ. അപ്പ അപ്പനല്ലാതെ ഞങ്ങൾക്ക് വേറെ അപ്പനില്ലെന്ന് അപ്പൻ അറിയാവില്ല. അപ്പ അപ്പ ചാടല്ലേ അപ്പ. അടുത്തേക്ക് വരരുത്, എനിക്ക് ചാകണം. അപ്പ അപ്പനിപ്പൊ ചത്തു കഴിഞ്ഞ പിന്നീട് അപ്പനെ ദുഃഖിക്കാട്ട് വരും. ഞാൻ പറഞ്ഞില്ല അത് വേണ്ട. എടാ ചാകൂന്ന് പറഞ്ഞ തൊമ്മൻ ചാകുവാണാ. അപ്പ രണ്ടഭിപ്രായം വന്നാ തീരുമാനം ഒറ്റക്കെടുക്കാൻ പാടില്ലെന്ന് അപ്പൻ അറിയാവില്ല അപ്പ. ആഹാ, എങ്കി വാടാ തല്ലി തോപ്പിക്കണ. നീയൊക്കെ എന്നെ തല്ലി തോപ്പിച്ച നിങ്ങൾ പറയുന്ന ഞാൻ അനുസരിക്കും. മക്കൾക്ക് അപ്പനെ തല്ലാൻ പറ്റുമോ അപ്പ? അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ചാടും. എന്നാ തല്ലി തോപ്പിക്കണ. ഇന്ന് തൊമ്മന്റെ ഇടി കൊണ്ട് നീയൊക്കെ ചോര തൂറുവണ. എല്ലാ ദൈവങ്ങളും നമ്മളോട് കൊടുക്കൂടാ. നമുക്ക് നമ്മുടെ അപ്പനല്ല ഏറ്റവും വലുത്. പിടി. അപ്പോ ഈശോ, നിങ്ങൾ ജയിച്ചടാ മക്കളെ.